മക്കളെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ റീജിയൻ അറൗണ്ട് എ ചാർജ് വേർ ഇറ്റ്സ് എഫക്റ്റ് ഈസ് ഫെൽറ്റ്. അതായത് ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ ചാർജിന് ചുറ്റും അതിൻ്റെ ഇഫക്റ്റ് ഫീൽ ചെയ്യുന്ന റീജിയൻ അല്ലേ. ഇപ്പോൾ ഒരു ചാർജ്, ഇപ്പോൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഏതെങ്കിലും ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ ചാർജിന് ചുറ്റും എവിടെയൊക്കെയാണോ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും വ്യത്യാസമാണ് കേട്ടോ. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. അതായത് ഒരു യൂണിറ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അത് കാണിക്കാൻ ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ നമുക്കിവിടെ അറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് E=F/Q. ഓക്കെ, നമ്മൾ കൂളംസ് ലോയിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു? 1/4πε0. അവിടെ നമ്മൾ Q1 Q2/r² പറഞ്ഞത്. അതായത് രണ്ടും ഡിഫറെൻറ്റ് ചാർജസ്, Q1 Q2. ഇവിടെ നമ്മൾ രണ്ടും യൂണിറ്റ് ചാർജസ് എടുക്കാൻ പോവുകയാണ്. സോ നമുക്ക് എന്തെഴുതാം? Q × Q എന്ന് എഴുതാം. Q × Q/r² ഹോൾ ഡിവൈഡഡ് ബൈ Q. സോ ഈ ക്യൂവും ഒരു ക്യൂവും നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 1/4πε0 Q/r² എന്ന ഇക്വേഷൻ കിട്ടും. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനാണ് E=1/4πε0 Q/r². അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. അതായത് കുറേ ചാർജസ് കാരണം ഒരു പോയിന്റിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന്. ഇപ്പം നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം അല്ലേ. ഇവിടെ കുറേ ചാർജസ് ഉണ്ട്, Q1 Q2 Q3 Q4. അപ്പോൾ ഈ ചാർജസ് കാരണം P എന്ന പോയിന്റിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഓരോ പോയിന്റിലും അല്ലെങ്കിൽ ഓരോ ചാർജ് കാരണം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആദ്യം നമ്മൾ കണ്ടെത്തിയിട്ട് അത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പി എന്ന പോയിന്റിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. സോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇവിടെ 4 ചാർജസ് ഉണ്ടാകുമ്പോൾ 4 ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കിട്ടില്ല, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും. സോ E1 + E2 + E3 + E4. അപ്പോൾ 4 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ E1 എന്താണ്? നമുക്ക് എങ്ങനെ എഴുതാം? E1 = 1/4πε0 Q1/r1² അല്ലേ. Q1 എന്ന് പറയുന്ന ചാർജ് കാരണം R1 ഡിസ്റ്റൻസിലുള്ള പി എന്ന പോയിന്റിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് എന്ത്? 1/4πε0 Q1/r1² എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ E2 എങ്ങനെ വരും? 1/4πε0 Q2/r2². ഓക്കെ, Q2 എന്ന ചാർജ് കാരണം R2 ഡിസ്റ്റൻസിലുള്ള പി എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് എന്ത്? 1/4πε0 Q2/r2². അങ്ങനെയാണെങ്കിൽ Q3ക്കും ഇതേപോലെ തന്നെയാവും വരിക. 1/4πε0 Q3/r3² എന്നും Q4ന് 1/4πε0 Q4/r4² എന്നും കിട്ടും. നമ്മളിപ്പോൾ 4 ചാർജസ് കാരണം പി എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് പറഞ്ഞത്. ഇനി 4 ചാർജസ് അല്ല,
n ചാർജസ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ? E ഈക്വൽ ടു നമ്മൾ ഈ ഒരു എല്ലാ ഇക്വേഷൻസിലും കണ്ടു 1/4πε0 ആണ് എല്ലാത്തിലും കോമൺ. സോ നമ്മൾ 1/4πε0 കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുത്ത് എഴുതുക. 1/4πε0 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് Q1/R1² പ്ലസ് Q2/R2² പ്ലസ് പിന്നെ കുറേ ചാർജസ് ഉണ്ടാവും അല്ലേ. അങ്ങനെ നമുക്ക് Qn/Rn² എന്ന് എഴുതാം. അതായത് n സിസ്റ്റം ഓഫ് ചാർജസിനാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഈക്വൽ ടു 1/4πε0 Q1/R1² പ്ലസ് Q2/R2² പ്ലസ് എക്സെട്ര പ്ലസ് Qn/Rn². അടുത്തത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് നോക്കാം. സോ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? ഇറ്റ് ഈസ് എ കർവ് drawn in such a way that the tangent to it at each point is in the direction of the net field at that point. So electric field lines എന്ന് പറയുന്നത് കർവാണ് അല്ലേ, കർവ്സ് ആണ്. ആൻഡ് ആ ഓരോ കർവിലും നമ്മൾ ആ കർവിലുള്ള ഓരോ പോയിന്റിലും നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജൻറ്റ് ഏതിൻ്റെ ഡയറക്ഷനിലായിരിക്കും? നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും ആ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനും ഉണ്ടാവുക. നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അതായത് ഒരു ചാർജസിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടിട്ടുണ്ട്. എന്തുണ്ടോ ഈ കർവ്? സോ ഈ ഒരു കർവ്സിന് എവിടെ നമ്മൾ ഒരു പോയിൻ്റ് എടുക്കുകയാണ്, ആ ഒരു പോയിൻറ്റിൽ നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ എന്തിൻ്റെ ഡയറക്ഷന് ഈക്വൽ ആയിരിക്കും? നെറ്റ് ഫീൽഡ് ഡയറക്ഷന് ഈക്വൽ ആയിരിക്കും. നമുക്കിനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്താലോ. സോ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിലായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻഡ് ചെയ്യുക. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ പോസിറ്റീവ് ചാർജ് ആർ റേഡിയലി ഔട്ട്വേർഡ്സ് ആൻഡ് ദാറ്റ് ഓഫ് എ നെഗറ്റീവ് ചാർജ് ആർ റേഡിയലി ഇൻവേർഡ്സ്. നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നുണ്ടല്ലേ, പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങോട്ടാണ് പോകുന്നത്? പുറത്തോട്ടാണ് പോകുന്നത്. ആൻഡ് നെഗറ്റീവ് ചാർജിനോ? നെഗറ്റീവ് ചാർജിന് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻവേർട്ട് ഡയറക്ഷനിലേക്കാണ്. പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഔട്ട്വേർഡ് ഡയറക്ഷനുമാണ്. തേർഡ് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കില്ല. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് എന്ത്? ടു ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ്. രണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഓക്കെ, അവർ കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് പറയുന്ന ഒരു സമയത്ത് പറയേണ്ടതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആയി പോവും. അതുകൊണ്ടാണ് അവർ ലൂപ്പായിട്ട് ഫോം ചെയ്യാത്തത്. അവസാനത്തെ പ്രോപ്പർട്ടിയാണ് എന്ത്? ഫീൽഡ് ലൈൻസ് ആർ പാരലൽ, ഈക്വിഡിസ്റ്റൻറ്റ് ആൻഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമ്മൾ പോയിൻ്റ് ചാർജസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവയ്ക്കിടയിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റത്തെ ഫിഗറിൽ നോക്കി ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി പഠിച്ചിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് ഇൻ നെഗറ്റീവ് ചാർജ് അല്ലേ. പോസിറ്റീവ് ചാർജിൽ തുടങ്ങി നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത്. ബട്ട് രണ്ടാമത്തെ ഫിഗർ നോക്കിയേ, ഇവിടെ രണ്ടും നമ്മൾ ഈക്വൽ ചാർജസ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചാർജസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി തന്നെ എന്തായിരുന്നു? ഈക്വൽ ചാർജസ് ഓർ ലൈക്ക് ചാർജസ് will repel and unlike charges are attract each other. Like charges repel and unlike charges attract each other. So നമ്മളിവിടെ രണ്ടും ഈക്വൽ ചാർജസ് എടുത്തപ്പോൾ അവരുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒന്നിന്ന് തുടങ്ങി മറ്റൊന്നിൽ അവസാനിക്കുകയാണോ ചെയ്തത്? അല്ല. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അതായത് രണ്ട് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോക്കി അവർ റിപ്പൽ ചെയ്ത് പോവുകയാണ്, പരസ്പരം അകന്ന് പോകാൻ നോക്കുകയാണ് അല്ലേ. ഒന്ന് മുകളിലോട്ടും പിന്നെ കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് താഴത്തോട്ടും പോകുന്നുണ്ട്.
അടുത്തത് നമുക്ക് എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് നോക്കാം. ഇലക്ട്രിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദ സർഫസ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സർഫസിലൂടെ നോർമലായിട്ട് എത്ര ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നു, ഒരു ചെറിയൊരു യൂണിറ്റ് സർഫസ് എടുത്താലും മതി, ആ സർഫസിലൂടെ നോർമലി എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു, അതാണ് എന്ത് ഇലക്ട്രിക് ഫ്ലക്സ്. ആൻഡ് ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ കണ്ടെത്താം അല്ലേ. നമ്മൾ ഡി എസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സർഫസ് കൺസിഡർ ചെയ്യുകയാണ്. സോ ആ ഡി എസ് എന്ന് പറയുന്ന സർഫസിലൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു, അതാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു. സോ ചെറിയ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സിനെ നമുക്ക് D5 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. D5 ഓക്കെ, ചെറിയ ഇലക്ട്രിക് ഫ്ലക്സിനെ നമുക്ക് എന്ത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം? D5. സോ D5 ഈക്വൽ ടു E.ds. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയായിരിക്കും? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ D5നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഫ്ലക്സ് 5 കിട്ടും. സോ 5 ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സർഫസ് E.ds. E.ds എന്ന് കിട്ടും. നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും പഠിച്ചിട്ടില്ലല്ലേ? ഡോട്ട് പ്രൊഡക്റ്റാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് വരും? കോസ് തീറ്റയും. ക്രോസ് പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ സൈൻ തീറ്റ വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് E.ds എങ്ങനെ മാറ്റി എഴുതാം? ഇൻറ്റഗ്രൽ E.ds കോസ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാം. ഇതാണ് എന്ത് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ. സോ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ പറഞ്ഞില്ല. ഇനി ഫ്ലക്സിന് യൂണിറ്റ് ഉണ്ട്, യൂണിറ്റ് നിർബന്ധമാണ്. സോ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് ആണ് എന്ത് ഫ്ലക്സിൻ്റെ യൂണിറ്റ്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ആംഗിളാണ് കേട്ടോ. എന്ത് തമ്മിലുള്ള ആംഗിളാണ്? ഇ എന്ന വെക്റ്ററും DS എന്ന വെക്റ്ററും. ഇ എന്ന വെക്റ്റർ നമുക്കറിയാം അല്ലേ, എന്താണ്? ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വെക്റ്ററാണ് ഈ വെക്റ്റർ. DSO ആ DS എന്ന് പറയുന്ന സർഫസിൽ നിന്ന് വരുന്ന വെക്റ്ററാണ് DS വെക്റ്റർ. സോ ഈ വെക്റ്ററിനും DS വെക്റ്ററിനും ഇടയിലുള്ള ആംഗിളാണ് എന്ത്? തീറ്റ. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂസ് ആവരുത്. എന്താണ് ആ തീറ്റ, എവിടെ നിന്നാണ് ആ തീറ്റ വന്നതെന്ന് കൺഫ്യൂസ് ആവരുത്. സോ തീറ്റ എന്ന് പറയുന്നത് ഈ വെക്റ്ററും DS വെക്റ്ററും തമ്മിലുള്ള ആംഗിളാണ്. അടുത്ത ടോപ്പിക്കാണ് മക്കളെ ഇലക്ട്രിക് ഡൈപോൾ. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? A pair of equal and opposite charges separated by a small distance 2a. അതായത് പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഈക്വൽ ആണ് ബട്ട് ഓപ്പോസിറ്റ് ആണ് ചാർജസ്. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ലേ, രണ്ട് ചാർജസ് ഉണ്ട്, -q ഉണ്ട് +q ഉണ്ട്. സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a. ഇവരുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ആക്ച്വലി വളരെ ചെറുതാണ്. ആൻഡ് ആ ഡിസ്റ്റൻസ് എത്രയാണ്? 2a ആണ്. സോ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a. അടുത്തത് നമുക്ക് ഡൈപോൾ മൊമെൻറ്റ് എന്താണെന്ന് നോക്കാം അല്ലേ. ഡൈപോൾ മൊമെൻറ്റിന് നമ്മൾ P എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് എന്താണ് ഡൈപോൾ മൊമെൻറ്റ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ഓക്കെ, അതായത് നമുക്കറിയാം അല്ലേ, P എന്ന് പറയുന്നത് നമ്മളിവിടെ ഇക്വേഷൻ വൈസ് എഴുതുമ്പോൾ P ഈക്വൽ ടു Q ഇൻറ്റു 2a. Q എന്ന് പറയുന്നത് എന്താണ്? ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇവിടെ നമ്മൾ സൈന് ഒന്നും നോക്കുന്നില്ല, +q ആണോ -q ആണോ ഒന്നും നോക്കുന്നില്ല, ജസ്റ്റ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുകയാണ്. സോ P ഈക്വൽ ടു Q ഇൻറ്റു 2a ആണ്. ആൻഡ് 2a എന്ന് പറയുന്നത് എന്താണ്? ആ രണ്ട് ചാർജസ് തമ്മിലുള്ള ആ ഒരു സ്മോൾ ഡിസ്റ്റൻസ് ആണ് എന്ത്? 2a. സോ നമുക്ക് ഡൈപോൾ മൊമെൻറ്റിന് എങ്ങനെ പറയാം? പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. അതായത് P ഈക്വൽ ടു Q ഇൻറ്റു 2a എന്ന് പറയാം. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ് എലോങ് ദ ഡൈപോൾ ആക്സിസ്. സോ ഡൈപോൾ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡൈപോൾ ആക്സിസ്. സോ ആ ഡൈപോൾ ആക്സിസിൽ നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്, അങ്ങനെയായിരിക്കും എന്ത്? ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ.
അടുത്തൊരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. നമ്മൾ എക്സാംസിനൊക്കെ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. അതായത് പി എന്നൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യുകയാണ്. ആ പി എന്ന പോയിന്റിൽ ഈ ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. സോ അത് രണ്ട് രീതിയിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ആക്ഷ്യൽ ലൈനിലൂടെയും ഒന്ന് ഇക്വിറ്റോറിയൽ ലൈനിലൂടെയും. സോ നമുക്ക് ആദ്യം ആക്ഷ്യൽ ലൈനിലൂടെ എങ്ങനെ ആ ഒരു പി എന്ന് പറയുന്ന പോയിന്റിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഈ ഡൈപോൾ കാരണം പി എന്ന പോയിന്റിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് കുറച്ച് മുമ്പേ പഠിച്ചു അല്ലേ. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് അല്ലേ. ഇവിടെ നമുക്ക് -q എന്ന് പറയുന്ന ചാർജുണ്ട്, +q എന്ന് പറയുന്ന ചാർജുണ്ട്. ആൻഡ് ആ ഒരു രണ്ട് ചാർജസും നമ്മൾ 2a എന്ന് പറയുന്ന ഒരു സ്മോൾ ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡൈപോൾ. ഓക്കെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം എന്ത്, പി എന്ന് പറയുന്ന പോയിൻ്റ് ഒരു സെർട്ടൈൻ ഡിസ്റ്റൻസിൽ ആക്ഷ്യൽ ലൈനിലൂടെ പി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. സോ ഈ ഡൈപോളിൻ്റെ ലെങ്ത്ത് 2a ആണെങ്കിൽ നമ്മൾ മിഡ് പോയിൻ്റ് എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെങ്ത്ത് a എന്നും അടുത്ത ലെങ്ത്തും a എന്ന് നമുക്ക് കിട്ടും അല്ലേ. മിഡിൽ പോർഷൻ എന്ന് എടുക്കുകയാണെങ്കിൽ പകുതി a മറ്റേ പകുതി a എന്ന് കിട്ടും. സോ ഇവിടെ r എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്താണ് r? അതായത് ഡൈപോളിൻ്റെ മിഡിൽ പോയിൻറ്റിൽ നിന്ന് ആ പി വരെയുള്ള പോയിൻ്റ്, ഓക്കെ, ആ പോയിൻ്റ് വരെയുള്ള ലെങ്ത്താണ് എന്ത്, r. ഡൈപോളിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്ന് പി എന്ന പോയിൻ്റ് വരെയുള്ള ആ ലെങ്ത്താണ് എന്ത്, r. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നമുക്കൊരു ഡൈപോൾ ഉണ്ട്, ആക്ഷ്യൽ ലൈനിലൂടെ തന്നെ ഒരു പോയിൻ്റ് ഉണ്ട് അല്ലേ, പി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. സോ ഡൈപോളിൻ്റെ ലെങ്ത്ത് 2a ആണെങ്കിൽ നമ്മൾ മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ലെങ്ത്ത് കൺസിഡർ ചെയ്യുമ്പോൾ മിഡ് പാർട്ടല്ലേ എടുക്കുന്നത്. സോ a എന്ന് കിട്ടും. ആൻഡ് ഡൈപോളിൻ്റെ മിഡിൽ പോയിൻറ്റിൽ നിന്ന് പി എന്ന പോയിൻ്റ് വരെയുള്ള ലെങ്ത്താണ് എന്ത്, r ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഔട്ട്വേർഡ്സ് ആയിരിക്കും പോവുക. ആൻഡ് നെഗറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ റേഡിയലി ഇൻവേർഡ്സ്. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റേഡിയലി ഔട്ട്വേർഡ്സും നെഗറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റേഡിയലി ഇൻവേർഡ്സും ആയിരിക്കും. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഡെറിവേഷൻ പാർട്ടിലേക്കാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, കാരണം നമുക്ക് എക്സാമിനൊക്കെ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നില്ലെങ്കിൽ എലോങ് ദ ആക്ഷ്യൽ ലൈനോ അല്ലെങ്കിൽ എലോങ് ദ ഇക്വിറ്റോറിയൽ ലൈനോ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. സോ നമുക്ക് ആദ്യം നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം. സോ ഈ ഡ്യൂ ടു -q എന്താണ്, 1/4πε0 q ഡിവൈഡഡ് ബൈ r പ്ലസ് a ദ ഹോൾ സ്ക്വയർ. നമ്മൾ സാധാരണ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താ എഴുതുക, 1/4πε0 q ബൈ r സ്ക്വയർ എന്നാണ് എഴുതുക. ഇവിടെ r പ്ലസ് a ദ ഹോൾ സ്ക്വയർ എന്ന് വന്നു. കാരണം എന്താണ്, ഇവിടെ നോക്കി -q മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. -q മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. നമുക്കറിയാമല്ലേ, ഈ ഡൈപോളിൻ്റെ മിഡിൽ വരെയുള്ള ഡിസ്റ്റൻസ്, പി തൊട്ട് ഡൈപോളിൻ്റെ മിഡിൽ വരെയുള്ള ഡിസ്റ്റൻസ് r ആണെന്നറിയാം. ആൻഡ് ആ ആറിൻ്റെ കൂടെ ഈ ഒരു a എന്ന് പറയുന്നൊരു ലെങ്ത്തും കൂടി കൂട്ടിയാൽ നമുക്ക് -q ചാർജ് മുതൽ പി പോയിൻ്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് കിട്ടും. സോ അതാണ് ഇവിടെ r പ്ലസ് a ദ ഹോൾ സ്ക്വയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമുക്ക് പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നോക്കാം. സോ E ഡ്യൂ ടു +q ഇസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ r മൈനസ് a ദ ഹോൾ സ്ക്വയർ ആണ്. r മൈനസ് a ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ ഇങ്ങനെ r മൈനസ് a ദ ഹോൾ സ്ക്വയർ വന്നു. ഇവിടെ നോക്കിയേ, പോസിറ്റീവ് ചാർജിൽ നിന്ന് പി എന്ന പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. സോ ഇവിടെ പോസിറ്റീവ് ചാർജ് മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഡൈപോളിൻ്റെ മിഡിൽ പോയിൻ്റ് തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് അറിയാം. ഓക്കെ. അതിൽ നിന്ന് ഈ a എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോസിറ്റീവ് ചാർജ് മുതൽ പോസിറ്റീവ് ചാർജ് തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ. അതാണ് ഇവിടെ r മൈനസ് a ദ ഹോൾ സ്ക്വയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം.
റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ലാർജ് ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. സോ ഇവിടെ ലാർജ് ക്വാണ്ടിറ്റി ഏതായിരിക്കും? പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ? പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ. സോ ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഡയറക്ഷൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും വരുന്നത്. ആൻഡ് അതുകൊണ്ടാണ് നമുക്ക് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എഴുതുമ്പോൾ ഇവിടെ നോക്കി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ പ്ലസ് മൈനസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ. എന്തുകൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നത്? ഇവിടെ നോക്കി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതായത് നമ്മുടെ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ വരുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ ഒരു ഒരു നെഗറ്റീവ് സൈന് വന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? E = 1/4πε0 Q ഡിവൈഡഡ് ബൈ R മൈനസ് A the whole square മൈനസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ R പ്ലസ് A the whole square എന്ന് കിട്ടും. സോ ഈ രണ്ട് ഇക്വേഷനിലും Q/4πε0 കോമൺ ആയതുകൊണ്ട് നമ്മൾ Q/4πε0 പുറത്തേക്ക് എടുക്കുന്നു. സോ Q/4πε0 ഇൻറ്റു ബാക്കി എന്ത് എഴുതാം? 1/R മൈനസ് A the whole square മൈനസ് 1/R പ്ലസ് ചെയ്ത ഹോൾ സ്ക്വയർ. ഇത് നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ. ഇത് സിമ്പിൾ മാത്സ് ആണ്. നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു R പ്ലസ് ചെയ്ത ഹോൾ സ്ക്വയർ മൈനസ് R മൈനസ് ചെയ്ത ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ R മൈനസ് ചെയ്ത ഹോൾ സ്ക്വയർ ഇൻറ്റു R പ്ലസ് ചെയ്ത ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് Q/4πε0 ഇൻറ്റു R സ്ക്വയർ പ്ലസ് E സ്ക്വയർ പ്ലസ് 2AR മൈനസ് R സ്ക്വയർ പ്ലസ് E സ്ക്വയർ മൈനസ് 2AR ഹോൾ ഡിവൈഡഡ് ബൈ R സ്ക്വയർ മൈനസ് A സ്ക്വയർ ദ ഹോൾ സ്ക്വയർ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെ ഡിനോമിനേറ്ററിൽ R സ്ക്വയർ മൈനസ് A സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വന്നു എന്ന്. നമുക്കറിയാമല്ലേ A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്താ? A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ പക്ഷേ ഇവിടുത്തെ നമ്മുടെ കൺസെപ്റ്റ് എങ്ങനെയാണ് നോക്കി, ഇവിടെ A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാണ്. ഓക്കെ, A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാണ്. സോ A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയറിന് എഴുതാം. സോ ആ ഒരു ഫോമിൽ എഴുതുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? R സ്ക്വയർ മൈനസ് A സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുക. സോ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതായത് R സ്ക്വയറും മൈനസ് R സ്ക്വയറും കൂടി ക്യാൻസലാവും, A സ്ക്വയറും മൈനസ് E സ്ക്വയറും ക്യാൻസലാവും. ബാക്കി വരുന്നത് 2AR പ്ലസ് 2AR ന്യൂമറേറ്ററിൽ വരും. സോ അത് നമുക്ക് എങ്ങനെ എഴുതാം? Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 4AR ഡിവൈഡഡ് ബൈ R സ്ക്വയർ മൈനസ് E സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഞാൻ ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തു. എങ്ങനെ എഴുതാം? Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 2 × 2AR, അതായത് 4നെ തന്നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 × 2AR എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ R സ്ക്വയർ മൈനസ് A സ്ക്വയർ ദ ഹോൾ സ്ക്വയറിന് എഴുതി. പെട്ടെന്ന് ഈ ഒരു ഇക്വേഷനിലേക്ക് ഇവിടെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനെ ഞാൻ വീണ്ടും മാറ്റി എഴുതി. എന്ത്? E = 2PR ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു R സ്ക്വയർ മൈനസ് A സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇവിടെ എങ്ങനെ പെട്ടെന്ന് P വന്നു മക്കളെ? നമ്മൾ ഡൈപോൾ മൊമെൻറ്റിന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡൈപോൾ മൊമെൻറ്റ് P = Q × 2A ആണെന്ന്. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ Q ഉണ്ട് 2Aയും ഉണ്ട്. സോ Q × 2Aക്ക് പകരം നമുക്കിവിടെ Pക്ക് Q × 2Aക്ക് പകരമാണ് നമ്മൾ എന്ത് കൊടുത്തത്? അവിടെ P അല്ലെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? E = 2PR ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു R സ്ക്വയർ മൈനസ് A സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതുവരെ കുഴപ്പമില്ലല്ലോ. പെട്ടെന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസർ കിട്ടുന്നതാണ് ഇതുവരെ. ഇനി നമുക്ക് അടുത്തൊരു കണ്ടീഷൻ നോക്കാം. വെൻ A ഈസ് ലെസ് ദാൻ R, അതായത് നമ്മുടെ ഡൈപോളിൻ്റെ ലെങ്ത്തിൽ അത് ഭയങ്കര ചെറുതാണ്. അത് നമ്മുടെ ഡൈപോള്
നല്ല ചെറുതാണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ എനെ നെഗ്ലക്റ്റ് ചെയ്യാം. സോറി, എ സ്ക്വയറിനെ നമുക്ക് ഇവിടുന്ന് നെഗ്ലക്റ്റ് ചെയ്യാം. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ എ സ്ക്വയറിനെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ ഈക്വൽ ടു 2pr ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 1/r⁴ എന്ന് കിട്ടും. ഓക്കെ, ഈക്വൽ ടു 2pr ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 1/r⁴ എന്ന് കിട്ടും. സോ നമുക്ക് ന്യൂമറേറ്ററിൽ ഒരു ആറുണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു ആറുണ്ട്. അത് രണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഫൈനൽ ഇക്വേഷനായിട്ട് കിട്ടുന്നത് എന്താണ്? ഈക്വൽ ടു 2p ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു r³. ഇത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ എലോങ് ദ ആക്സിയൽ ലൈൻ ആണ് കേട്ടോ. സോ മക്കളെ, നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിർഭയയുടെ ആപ്പ് അവൈലബിൾ ആണ്. വളരെ ലോ പ്രൈസിൽ നമുക്ക് നമ്മുടെ ആപ്പിനെ പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ആപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൻ്റെ പ്രൈസും ആപ്പിനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ നമ്മുടെ ഇത്രയും വരെ എടുത്ത പോർഷൻസ് നല്ലപോലെ പഠിക്കുക. പ്രത്യേകിച്ച് ഡെറിവേഷൻസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. നമ്മൾ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ശ്രദ്ധിച്ചു പോകരുത്. ഡെറിവേഷൻസ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുക. അത് ചെയ്താൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ആ ഒരു ഡെറിവേഷൻ ഓർമ്മയിൽ നിൽക്കുള്ളൂ. സോ താങ്ക് യു.